എന്താണ് ടെന്നീസ് എൽബോ, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ചികിത്സയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് കൈമുട്ടിൽ അമിതമായി വരുന്ന വേദന. അത് കൈയിൻ്റെ പുറം വശം, ഔട്ട്സൈഡ് കൈ, അതായത് ഈ ഭാഗത്ത് വരുന്ന വേദനയാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. ഇത് വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അമിതമായ കൈയിൻ്റെ ഉപയോഗം കാരണം ആ മസിലുകളിൽ വരുന്ന ചെറിയ കീറലുകൾ. എല്ലാ മസിലുകളും ആരംഭിക്കുന്നത് എല്ലിൽ നിന്നാണ്. ആ ഭാഗത്ത് എല്ലിൽ നിന്ന് ആരംഭിക്കുന്ന സ്ഥലത്ത് വരുന്ന ചെറിയ കീറലുകൾ അവിടെ നീർക്കെട്ട് വരുത്തുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന വേദനയാണ് ഈ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. പണ്ട് ടെന്നീസ് കളിക്കാരിൽ കോമണായി കണ്ടതുകൊണ്ട് ആ പേര് വന്നു. പക്ഷേ ഇപ്പോൾ പലപ്പോഴായി വരുന്ന അസുഖമാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ കയ്യിൽ സ്റ്റിഫ്നെസ്, ആദ്യ സ്റ്റേജിൽ സ്റ്റിഫ്നെസ് ആയിരിക്കും, മുട്ട് നിവർത്തുമ്പോഴെല്ലാം വേദന വരുന്നു. അല്ലെങ്കിൽ ചെറിയ വർക്കുകൾ, തുണി പിഴിയുക, ബൈക്ക് ഓടിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ കയ്യിൻ്റെ മുട്ടുഭാഗത്ത് വരുന്ന വേദനയാണ് ടെന്നീസ് എൽബോയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചികിത്സയെ നോക്കുകയാണെങ്കിൽ തുടക്ക സ്റ്റേജിലെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അതിൻ്റെ ചെറിയ ചികിത്സകൾ എടുക്കാവുന്നതാണ്. 3 ആഴ്ചത്തോളം നമ്മൾ വേദന വരുന്ന വർക്കുകൾ, അതായത് തുണി പിഴിയുകയോ എന്തെങ്കിലും കൈ മേലോട്ട് പൊക്കുകയോ മുട്ട് വെച്ചുള്ള ഭാരം വരുന്ന ജോലികൾ ഒരു 2 ആഴ്ച 3 ആഴ്ചത്തേക്ക് ഒഴിവാക്കുക. പിന്നെ ഐസ് പാക്കുകൾ വെക്കുക. രാവിലെയും വൈകുന്നേരവും ഐസ് പാക്ക് വെച്ചാൽ വളരെ എഫക്റ്റീവാണ്. ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷവും വേദന കുറയുന്നതിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കാണിക്കാവുന്നതാണ്. ഡോക്ടർ സാധാരണ ചെയ്യുന്നത് നീർക്കെട്ട് കുറയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് കൊടുക്കുന്നു. ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ചെയ്യരുതാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയുകയും ചെയ്യുന്നു. എന്നിട്ടും കുറയുന്നതിൽ ടെന്നീസ് എൽബോ ബാൻഡ്, ചില ബാൻഡുകളുണ്ട്. ആ മസിലുകളുടെ അധികമായ വലിവ് കുറയ്ക്കാൻ വേണ്ടി ചില ബാൻഡുകൾ, ടെന്നീസ് എൽബോ ബാൻഡ് പോലെയുള്ള യൂസ് ചെയ്യാൻ പറയാറുണ്ട്. ഫിസിയോതെറാപ്പിയിലെ ചെറിയ എക്സസൈസുകളും അൾട്രാസൗണ്ട് തെറാപ്പി പോലെയുള്ള ചികിത്സകളും വളരെ എഫക്റ്റീവാണ്. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചില ഇഞ്ചക്ഷനുകൾ, അത് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനാകാം, PRP പോലത്തെ ഇഞ്ചക്ഷനുകൾ എഫക്റ്റീവാണ്. ഏകദേശം ഒരു 90-95% ആളുകൾക്ക് ഒരു 6 മാസം തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറാറുണ്ട്. 2 വർഷത്തിൽ ശേഷവും ഈ അസുഖം മാറുന്നില്ലെങ്കിൽ അവരിൽ സർജറിയെ പറ്റി ചിന്തിക്കാറുണ്ട്. അതിന് ടെന്നീസ് എൽബോ റിലീസ് സർജറികൾ നമ്മൾ ചെയ്യാറുണ്ട്.